എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് മാത്രം ആരുമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സമയമാണ് മെനോപോസ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം എന്ന് നോക്കിയാലോ. ഒന്ന്, കാൽഷ്യം. ഈസ്ട്രജൻ കുറയുന്നതുകൊണ്ട് നമ്മൾ എല്ലിൻ്റെ സാന്ദ്രത കുറയാനും ഓസ്റ്റിയോപോറിസിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനു വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ നമുക്ക് തൈര്, പനീര്, മുരിങ്ങയില, ചീര, റാഗി പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. 2, വൈറ്റമിൻ ഡി. കാൽഷ്യം ശരീരത്തിൽ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യണമെങ്കിൽ ഇവിടെ വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ വെയിൽ കൊള്ളുക, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനായിട്ട് എടുക്കുക, അതുപോലെ തന്നെ മുട്ട, മഷ്റൂം ഒക്കെ കഴിക്കാം. 3, ഫൈറ്റോ ഈസ്ട്രജൻ. ഇവ സസ്യങ്ങളിൽ ഈസ്ട്രജന് സമാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഹോട്ട് ഫ്ലാഷ് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇതിനു വേണ്ടി ഭക്ഷണത്തിൽ ഫ്ലാക്സ് സീഡ്, ടോഫു, അതുപോലെ സോയാബീൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. 4, ഹെൽത്തി ഫാറ്റ്സ് അല്ലെങ്കിൽ ഒമേഗ 3. ഹൃദയാരോഗ്യ സംരക്ഷണത്തിനും എല്ല് തേയ്മാനം കുറയ്ക്കാനും അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഒമേഗ 3 സഹായിക്കും. ഇതിനുവേണ്ടി ഭക്ഷണത്തിൽ വാൾനട്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഗീ ഇങ്ങനെയുള്ളത് ഉൾപ്പെടുത്താം. അതുപോലെ 5, പ്രോട്ടീൻസ്. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മളെ പേശികളുടെ ബലം കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനുവേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ചിക്കന്, മീൻ, മുട്ടയൊക്കെ കഴിക്കാം. പിന്നെ 6, മഗ്നീഷ്യം, ബി വൈറ്റമിൻസും. ഇവ നമ്മൾ ഉറക്കക്കുറവും അതുപോലെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇതിനു വേണ്ടി നമുക്ക് സീഡ്സിൽ പംകിൻ സീഡ്, അതുപോലെ ഫ്ലാക്സ് സീഡ്, പിന്നെ നട്ട്സൊക്കെ കഴിക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ലഘുവായ രീതിയിൽ വ്യായാമമോ ഡെയിലി യോഗ ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്തുണ്ടാകുന്ന അസ്വസ്ഥത കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.